ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ്റെ മുന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് നനച്ചുളി, ഓരോ ഭാഗത്ത് ഓരോ പേര് പറയുക. അതായത് നോമ്പിന് മുന്നേ നമ്മൾ തേച്ച് കഴുകുക, പലരും പലതാ പറയുക. ഞങ്ങളവിടെ നനച്ചുളി എന്ന് പറയും, മലപ്പുറക്കാർ കേട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ പറയുക വെച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീടും പരിസരമൊക്കെ നന്നായി ക്ലീനാക്കും. ഓൾറെഡി നമ്മളെല്ലാവരും ക്ലീനാക്കും, പക്ഷെ അതുപോലെയല്ല, നമ്മൾ റമദാനായതിൻ്റെ കട്ടിലും ജനലൊക്കെ നന്നായിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ട് നല്ല കഴുകി ക്ലീനാക്കുമല്ലോ. അതുപോലെ തന്നെ കസേര, പിന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും എല്ലാം യൂസ് ചെയ്യാത്തതും കബോർഡും എല്ലാ കാര്യവും ഒന്നും കൂടെ നമ്മൾ ക്ലീനാക്കും. അപ്പോൾ ആ പരിപാടിയാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മെയിനായിട്ട് മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യം ഹാളിൽ തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹാളിലെത്തി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് മുസാഫ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ ഫ്ലവർ ഇതൊക്കെ ഉണ്ടായിരുന്നു പോതിയിട്ട് പിന്നെ അവിടെ അങ്ങനെ വെക്കാറ്. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ നിന്ന് മാറ്റി കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മറത്ത് കസേരയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നന്നായിട്ട് കഴുകാലോ ഒന്ന് കരുതിയിട്ട്. അപ്പോൾ ബത്തു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടെ. പിന്നെ ഉമ്മയും അവിടെ നിന്ന് ഓരോന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി മാറ്റിയിട്ടിട്ട് തുടങ്ങിയിട്ടാ കഴുകാൻ വേണ്ടിയിട്ടും. ചിലത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചിലതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ സോപ്പും വെള്ളത്തിൽ മറ്റാൾ പോയി നോക്കുക കേട്ടോ. പിന്നെ അതിൽ തുണിയിട്ട് പിഴിഞ്ഞിതാക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ കാണിച്ചെടുക്കണം കേട്ടോ, അതെടുത്തിട്ട് ഇങ്ങനെ തുടക്കാൻ നോക്കാം. അപ്പോൾ അവളും അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സോപ്പും വെള്ളം കുടിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് അടിയൊക്കെ കൂട്ടും കേട്ടോ. പിന്നെ അങ്ങനെ ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടാമത്തേതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുന്നേ ഉമ്മ മേലെ നിന്ന് ഫുള്ള് അടിക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തലേ ദിവസവും മറ്റൊക്കെ ചെയ്തത്, അതിൻ്റെ മേലെ. പിന്നെ അതിന് ശേഷം നടുക്കൽ പിന്നെ ഞാനും ഉമ്മയും കൂടെ ചെയ്തത്. പിന്നെ അടിയിലും ഞങ്ങൾ രണ്ടാളോടെ ഒപ്പം ചെയ്തത്. 2 ദിവസമായിട്ടാട്ടോ ഓരോന്നായിട്ട് ചെയ്തത്. പിന്നെ ഹാളും കാര്യങ്ങളൊക്കെ ജനലൊക്കെ തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ ഫ്ലവറൊക്കെ ഉമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ച്. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മുടെ ഹാള് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഓരോ റൂമുകളും ഒക്കെ ഇതുപോലെ ചെയ്തു. ചിലത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം കാണിച്ചു തന്നാൽ ഹോം ടൂർ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണും. അപ്പോൾ ഹോം ടൂർ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹോം ടൂർ ഇൻഷാ അല്ലാഹ് നമ്മുടെ പണികളൊക്കെ മൊത്തം കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ വീട് പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇഷ്ടംപോലെ പണികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പണി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് ചെയ്യാം. അപ്പോൾ അതിനിടയിൽ 10 കരയുണ്ട് കഞ്ഞി കൊടുക്കുമ്പോൾ കേട്ടോ. പിന്നെ ഞാനും കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ കുറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി നമ്മളെ തൊട്ടടുത്ത വീട്ടിലത്തെ കുട്ടീനെ വിളിച്ചിട്ടാട്ടോ ഇങ്ങനെ നറുക്കിടാറ്. അപ്പോൾ ഫസ്റ്റത്തെ കുറി കഴിഞ്ഞിക്കാൻ്റെ ഫ്രണ്ടിനാണ് കിട്ടിയത്. രണ്ടാമത്തെ കുറി ഉമ്മാക്കാട്ടെ കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കറി പുതിയാപ്പിളക്കോര കറിയായിരുന്നു കേട്ടോ. പിന്നെ മമ്പയർ ഉപ്പേരി, പിന്നെ ചോറ്, പിന്നെ അച്ചാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റ് ഞാൻ പാല് വാങ്ങിക്കാൻ പോയിന്ന്. അപ്പോൾ വരുമ്പോൾ വീഡിയോ എടുത്താട്ടോ. ടേബിളും ചെയറും പിന്നെ അതുപോലെ തന്നെ കസേരയൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മർത്താട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യം എൻ്റെ റൂമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഉമ്മ അപ്പുറത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഉമ്മൻ്റെ റൂമൊക്കെ. അപ്പോൾ ഓരോന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ രണ്ടാളും ചെയ്ത് അങ്ങനെ കേട്ടോ കഴിക്കണത്. പിന്നെ ഞാൻ ഷീറ്റും ബ്ലാങ്കറ്റും ഇതൊക്കെ മാറ്റിയിട്ട് തുടക്കലും വൃത്തിയാക്കലൊക്കെ തുടങ്ങി. ഞാൻ അങ്ങനെ ജനൽ തുറന്നിടാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇരുട്ടാണ് കൂടുതലിഷ്ടം. അപ്പോൾ അങ്ങനെ ജനൽ തുറക്കലില്ല. പിന്നെ കർട്ടനാണെങ്കിലും നല്ല മൂടിയിടും, തീരെ ഞാൻ തുറക്കലില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇന്നിപ്പോൾ വൃത്തിയാക്കണോണ്ട് ജനലൊക്കെ തുറന്ന് കാണാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ തുറന്നിട്ട് അവിടുന്ന് അവളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് റാക്കുമ്മത്ത് എല്ലാം എടുത്ത് ഒതുക്കി സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടാണ്. പിന്നെ ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സ്ഥിരം ടേബിൾ ആ സൈഡിലായിരുന്നു, അതൊക്കെ മാറ്റി ഈ സൈഡിലേക്കൊക്കെ ആക്കി. അതിൻ്റെ ഇടയിൽ ബത്തു ഡാൻസ് കളിക്കാം. അമ്മ അവിടുന്ന് ഇങ്ങനെ കളിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവൾക്ക് നമ്മളെ നെയ്ബർ ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതാട്ടോ, ബർത്ത്ഡേക്ക് ഉടുപ്പ്. അപ്പോൾ ഉമ്മക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താട്ടോ. ആ പെട്ടിയിൽ അവളുടെ ഡ്രസ്സുകൾ, അതിനിടാത്ത ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ പെട്ടി തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മത്തുവിനെ കളിക്കുന്നതൊക്കെ ഹാളിക്ക് വെച്ച് കൊടുത്ത്. അപ്പോൾ അവൾ പിന്നെ അവിടെ ഇരുന്ന് കളിക്കല്ലോ എന്ന് കരുതി ചെറിയൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാം ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ
വീട് മൊത്തത്തിൽ നിങ്ങൾ കാണും. പിന്നെ എനിക്ക് ഹോം ടൂറൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ റൂമെല്ലാം സെറ്റാക്കിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഓൾഡ് അലമാരൊക്കെ ഈ സൈഡിലേക്ക് വെച്ചു, ഇസ്തിരി ഇടുന്ന ടേബിൾ ആ മൂലയ്ക്ക് വെച്ച്, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾക്കായിട്ട് വെച്ച്. പിന്നെ എൻ്റെ ഫ്രെയിം അല്ലാതെ ഒരു ക്ലിപ്പും വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കട്ടിലിൻ്റെ ഓരോ മുക്കിലൊക്കെ ആയിരുന്നു, പിന്നെയുള്ള ഫ്രെയിമൊന്നും അങ്ങനെ വെക്കാൻ പറ്റണില്ല കേട്ടോ. പിന്നെ എൻ്റെ മേമാൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇക്കാക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ വയ്ക്കുക. പുതിയ വീഡിയോ വരാം. ബൈ, അസ്സലാമു അലൈക്കും.